ഹലോ, ഗുഡ് മോർണിംഗ്. ഫോർത്ത് സെമസ്റ്ററിലെ ഒരു പേപ്പറാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. ഇൻ്റർനാഷണൽ ഫിനാൻസ് ഈസ് ആൾസോ നോൺ ആസ് ഇൻ്റർനാഷണൽ മോണിറ്ററി എക്കണോമിക്സ് or international macroeconomics. It is also known as international monetary economics or international macroeconomics. Simply, international finance is a study of monetary interaction between two or more countries. International finance is a study of monetary interaction between two or more countries. രണ്ടോ അതിലധികമോ രാജ്യങ്ങൾ തമ്മിലുള്ള മോണിറ്ററി ഇൻട്രാക്ഷൻസിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് മോണിറ്ററി ഇൻട്രാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ മോണിറ്ററി ഇൻട്രാക്ഷൻസ് ബിസിനസ് ട്രാൻസാക്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മോണിറ്ററി ട്രാൻസാക്ഷൻ എന്നും നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് എന്നും. മോണിറ്ററി ട്രാൻസാക്ഷൻസ് മീൻസ് so the value of the transaction is expressed in terms of money. ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനെ നമുക്ക് പണത്തിൻ്റെ മൂല്യത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിനെ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്ന് പറയും, അല്ലേ? സാലറി പെയ്ഡ് എമൗണ്ട്സ് ടു ₹30,000. സാലറി 30,000 രൂപ കൊടുത്തു. സോ സാലറി എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി, പണത്തിൻ്റെ മൂല്യത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് പണത്തിൻ്റെ മൂല്യത്തിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെയാണ് മോണിറ്ററി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ്? നമുക്കൊരു ട്രാൻസാക്ഷനെ പണത്തിൻ്റെ മൂല്യത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്ന് പറയും. ഇവിടെ ഇൻ്റർനാഷണൽ ഫിനാൻസിനകത്ത് പറയുന്നത് മോണിറ്ററി ഇൻട്രാക്ഷനാണ്. മോണിറ്ററി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ കൺട്രീസ്, രണ്ടോ അതിലധികമോ രാജ്യങ്ങൾ തമ്മിലുള്ള മോണിറ്ററി ഇൻട്രാക്ഷൻസിനെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ എക്കണോമിക് ഇൻട്രാക്ഷൻസിനെ കുറിച്ചുള്ള പഠനമാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ എക്കണോമിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ കൺട്രീസ്. ഓക്കെ, രണ്ടിൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് ഇൻട്രാക്ഷൻസിനെ കുറിച്ചാണ് എന്തിൽ ഡീൽ ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ ഫിനാൻസിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഇൻ്റർനാഷണൽ ഫിനാൻസ് ഈസ് എ സ്റ്റഡി ഓഫ് മോണിറ്ററി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ കൺട്രീസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ സെക്കൻഡ് സെമ്മിനകത്ത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു പേപ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിനകത്ത് എന്തായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്? സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ടു ഓർ മോർ കൺട്രീസ്, അല്ലേ? രണ്ടോ അതിലധികമോ രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ എക്കണോമിക് ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു കോമ്പിനേഷൻ. ഓക്കെ, അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ടു ഓർ മോർ കൺട്രീസ്, രണ്ടോ അതിലധികമോ രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ്റെയും ഒരു കോമ്പിനേഷൻ. അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്, നോർമൽ കേസിൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലേ? എക്സ്ചേഞ്ചസ് ഓഫ് ഗുഡ്സ്, അല്ലേ? ഓർ സർവീസസ്, സാധനങ്ങളോ സേവനങ്ങളുടെ എക്സ്ചേഞ്ചസിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രമാണോ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? സോ ഇറ്റ് ഇൻക്ലൂഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. അതിനകത്ത് റിസോഴ്സസ് വരാം, അല്ലേ? ഹ്യൂമൻ റിസോഴ്സസ് വരാം, ഗുഡ്സ് ഓർ സർവീസസ് വരാം, നോളജ് വരാം, സ്കിൽസ് വരാം, ഇൻഫർമേഷൻ വരാം, അല്ലേ? അപ്പം റിസോഴ്സസിൻ്റെയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും നോളജ്, സ്കില്ല്, ഇൻഫർമേഷൻ, ഇതിൻ്റെ എല്ലാം ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ. സോ ബിറ്റ്വീൻ ടു കൺട്രീസ്, രണ്ടോ അതിലധികമോ രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിനകത്ത് റിസോഴ്സസ്, ഗുഡ്സ് ഓർ സർവീസസ്, നോളജ്, സ്കില്ല്, ഇൻഫർമേഷൻ, അല്ലേ, എക്സെട്ര അക്രോസ് നാഷണൽ ബൗണ്ടറീസ്, ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതായിരുന്നു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അവിടെ എക്സ്ചേഞ്ചസ് ഓഫ് കമ്മോഡിറ്റീസ് വരാം, അതിന് പുറമെ നോളജ്, സ്കില്ല്, ഇൻഫർമേഷൻ, റിസോഴ്സസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും വരാം. ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ എക്സ്ചേഞ്ചസ് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുമ്പോൾ
അതിനെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ മോണിറ്ററി ഇൻട്രാക്ഷൻസ് ആണ്. ഓക്കെ, പണപരമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അത്തരത്തിലുള്ള ഒരു സ്റ്റഡിയെ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മോണിറ്ററി ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ 2 or more countries. ഇതാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സും ഇൻ്റർനാഷണൽ ഫിനാൻസും തമ്മിലുള്ള മാറ്റം. ഇൻ്റർനാഷണൽ ബിസിനസ്സിനകത്ത് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ എക്സ്ചേഞ്ചസ് ആയിരുന്നു 2 രാജ്യങ്ങൾ തമ്മിൽ. എന്നാൽ ഇൻ്റർനാഷണൽ ഫിനാൻസിനകത്ത് മോണിറ്ററി ഇൻട്രാക്ഷൻസ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ എക്കണോമിക് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ 2 or more countries. ഓക്കെ, അപ്പോൾ നോർമൽ കേസിൽ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഫിനാൻസ് മീൻസ് മണി മാനേജ്മെൻ്റ് ആണ്, അല്ലേ? മണി മാനേജ്മെൻറ്റ് ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ടു അക്വയർ നീഡഡ് മണി, അതിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്തണം, അല്ലേ? അപ്പോൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അക്വയറിങ് നീഡഡ് മണി, സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തലാണ്. ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടി വർക്കിംഗ് ക്യാപിറ്റൽ വേണം, അല്ലേ? ലോങ് ടേം ആയിട്ടുള്ള നീഡ്സിന് വേണ്ടി ഫിക്സഡ് ക്യാപിറ്റൽ വേണം. അപ്പോൾ ഈ ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ പറയുന്നത്. അക്വയറിങ് നീഡഡ് മണി, അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് മണി, ഇതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻസ് നോർമൽ കേസിൽ മണി മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആവശ്യമായിട്ടുള്ള അക്വയറിങ് നീഡഡ് മണി എന്ന് പറയുമ്പോൾ ആവശ്യമായിട്ടുള്ള പണം നമ്മൾ എവിടെ നിന്നൊക്കെയാണ് കണ്ടെത്തുക? ബാങ്കിങ് ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ മണി മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിനെ തന്നെ നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും ഡിവൈഡ് ചെയ്യുന്നു. സെക്കൻഡറി മാർക്കറ്റിനകത്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വരുന്നത്, അല്ലേ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പണം ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം, ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാം, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം, അല്ലേ? അതുപോലെ തന്നെ പിന്നീട് ഗവൺമെൻറ് ബോണ്ടുകളുണ്ട്. ഇത്തരത്തിൽ ആവശ്യമായിട്ടുള്ള പണമൊക്കെ നമുക്ക് സ്വരൂപിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ ഫിനാൻസിനകത്ത് വരുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ ഏരിയ. ഇൻ്റർനാഷണൽ ഫിനാൻസ് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI എന്ന് പറയും. സെക്കൻഡ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ആണ്. കറൻസി എക്സ്ചേഞ്ച് റേറ്റ്. International finance mainly focuses on the areas such as FDI and currency exchange rate. എന്താണ് അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI? Simply FDI means a company made investment into a foreign country. ഒരു കമ്പനി, ഒരു പർട്ടിക്കുലർ രാജ്യത്തെ ഒരു കമ്പനി ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ രാജ്യത്തെ ഇപ്പം നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തു നിന്ന് ഒരു ഫോറിൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ നാട്ടിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇറ്റ് മെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയിൻലി നടത്തുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്മേലാണ്. അതായത് ഡ്രിങ്കിങ് വാട്ടർ, റോഡ്, ഫാക്ടറി, ഇലക്ട്രിസിറ്റി, ഇത്തരത്തിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്മേൽ ഒരു ഫോറിൻ കൺട്രി നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് അത്രയൊന്നും പോകണ്ട. സിമ്പിളായിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എ കൺട്രി മെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ഫോറിൻ കൺട്രി, ഒരു രാജ്യത്തെ ഒരു കമ്പനി മറ്റൊരു രാജ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അത് ഒരു എന്താ പറയുക ന്യൂ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിലാവാം, മാർക്കറ്റിംഗ് ഫെസിലിറ്റിയിലാവാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളിലാവാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ രാജ്യത്തെ ഒരു കമ്പനി ഒരു ഫോറിൻ രാജ്യത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെ FDI എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ ഫിനാൻസിൻ്റെ ഒരു മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയയാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനോട് കൂടി തന്നെ നിങ്ങൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിനകത്ത് തന്നെ പഠിച്ചിട്ടുണ്ടാകും മറ്റൊന്ന് FII എന്ന് പറയുന്നത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഈ FDIയും FIIയും തമ്മിലുള്ള മാറ്റം എന്താ? FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നമ്മൾ പറഞ്ഞു ഫിസിക്കൽ പ്രോപ്പർട്ടീസിലായിരുന്നു ഒരു ഫോറിൻ കൺട്രി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. നമ്മുടെ രാജ്യത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്മേൽ ഒരു ഫോറിൻ കൺട്രിയിലെ
ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ഇൻഡിവിജ്വലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. അവിടെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, റോഡാവാം, ഇലക്ട്രിസിറ്റി ആവാം, ഡ്രിങ്കിങ് വാട്ടർ ആവാം, ഫാക്ടറികളാവാം, അത്തരത്തിലാണ്. അതിനാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഒരു ഫോറിൻ ഇൻഡിവിജ്വലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ നമ്മുടെ നാട്ടിലെ ഫിനാൻഷ്യൽ സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, FII എന്ന് പറയുന്നത്. ബാങ്കിങ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഷെയർ മാർക്കറ്റ്, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഫോറിൻ ഇൻഡിവിജ്വലോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനോ നമ്മുടെ രാജ്യത്ത് നടത്തുമ്പോൾ അതിനെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഫിനാൻസിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസിങ് ഏരിയയാണ്. മറ്റൊന്ന് കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ് ആണ്. കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ് നമ്മളിപ്പോഴും ഇന്ത്യൻ കറൻസി നമുക്ക് അറിയാം, ഫോറിൻ കറൻസിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. ഡോളറിൻ്റെ വില ഇത്രയാണ്, പിന്നെ അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെയല്ല പറയുന്നത്. അത്തരത്തിലുള്ള ഫോറിൻ കറൻസിയുമായിട്ടുള്ള കമ്പാരിസണാണ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സ്. അപ്പം ഈ രീതിയിൽ ഈ രണ്ടെണ്ണമാണ് ഇൻ്റർനാഷണൽ ഫിനാൻസിൻ്റെ മെയിൻ ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഫോർ ഇൻ്റർനാഷണൽ ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻസ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞല്ലോ, ഇത്രയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്താണെന്ന് പറഞ്ഞു. ഇൻ്റർനാഷണൽ ഫിനാൻസിനെ പറയുന്ന മറ്റ് രണ്ട് രീതിയിൽ പറയുന്നതാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി എക്കണോമിക്സ്, ഇൻ്റർനാഷണൽ മാക്രോ എക്കണോമിക്സ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മോണിറ്ററി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 or more കൺട്രീസ്. മോണിറ്ററി ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മോണിറ്ററി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് പണത്തിൻ്റെ മൂല്യത്തിലുള്ള ട്രാൻസാക്ഷൻസുകളാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മെയിൻ ഫോക്കസിങ് ഏരിയ രണ്ടെണ്ണം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും കറൻസി എക്സ്ചേഞ്ച് റേറ്റും. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ്.